സുഹൃത്തുക്കളെ, ഡിസൈൻ ഫാബ്രിക്കേഷൻ മറ്റൊരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അവിടെ പരിചയപ്പെടുത്താൻ പോണത് പല ആളുകളും എന്നോട് ഒരു റെക്കമെൻഡ് ചെയ്ത് തന്നെ പല ആളുകളും എന്നെ വിളിച്ച് ചോദിച്ച ഒരു ഒരു മെഷീനെ പറ്റി ഒരു റിവ്യൂ ആണ് കേട്ടോ. ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. അതിനെപ്പറ്റി ഞാനൊന്ന് പല ആളുകളും പേഴ്സണലായിട്ട് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് വെച്ച് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രൂപപ്പെടുത്തട്ടോ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കൊടുക്കാം. പിന്നെ മുഴുവൻ ഫാബ്രിക്കേറ്റർമാർക്ക് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആട്ടോ. അപ്പൊ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മള് ഫാബ്രിക്കേറ്റർമാർ മുഴുവൻ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണല്ലോ റിവേറ്റ് ഇതാണല്ലോ. ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് റിവേറ്റ് ഇതാണല്ലേ. ഇല്ലാണ്ട് ഫാബ്രിക്കേഷൻ പണി എടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡൻ. അതിന്റെ ഇടയിൽ ഞാൻ വേറെ സ്റ്റാൻലിയും പിന്നെ ഇതൊക്കെ വാങ്ങുന്നതൊന്നും മോശമാണെന്നല്ല. പക്ഷെ എനിക്ക് കൂടുതൽ ലൈഫ് കിട്ടിയത് ഗോൾഡൻ ബുള്ളറ്റിന്റെ റിവേറ്റ്. നല്ലോണം ലൈഫ് കിട്ടാറ്, ലോങ് ലൈഫ് കിട്ടാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഇത് വന്നാൽ തന്നെ എന്ത് ചെയ്താൽ മതി, ലേശം മണ്ണെണ്ണ ഇറ്റിച്ചാൽ തന്നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പിന്നെയും കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഗോൾഡൻ ബുള്ളറ്റ് തന്നെ യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾ ഈ പ്രേക്ഷകർ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ആയിട്ട് രൂപപ്പെടുത്തണം. ഏതാണ് ഇതിനെക്കാട്ടി വേറെ നല്ല മറ്റേ റിവേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയും ചെയ്യാതെ എത്ര കാലം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കും എനിക്കും ഒരു ഉപകാരമുണ്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് രൂപപ്പെടും. ഞാൻ അതിന്റെ ശേഷം പിന്നെ അത് നമുക്കിത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ലാഡറിന്റെ മുകളിൽ ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ 180 റിവേറ്റ് അടിക്കാനും ഒക്കെ നമുക്ക്. പക്ഷെ 530 റിവേറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ല. ഇതിങ്ങനെ അടിച്ചിക്കാണ്ട് റാക്കിന്റെ മുകളിലൊക്കെ കയറി മറ്റേ എകച്ചിലൊക്കെ കയറി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എന്തൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിക്കാണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറഞ്ഞ പൈസക്ക് കിട്ടാൻ വേണ്ടിക്കാണ്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഇതുപോലത്തെ വേറെ ഒന്ന് വാങ്ങി, 2 വാങ്ങി. ഇതൊന്ന് വേറെ ഒന്ന് വാങ്ങിയിട്ട് മറ്റത് കാണാനില്ല. അപ്പൊ അത് ഞങ്ങൾ ഡ്രില്ലിലിട്ടിക്കാണ്ട് ചെയ്യുന്ന അറ്റാച്ച് ചെയ്തിക്കാണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഓക്കെ നമ്മൾ എന്ത് ചെയ്താ 180 റിവേറ്റ് അടിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പിടിച്ചിക്കാണ്. ഇതിന് 180 റിവേറ്റ് അടിക്കാനൊക്കെ ഓക്കെ. പക്ഷെ 532 റിവേറ്റ് ഞാൻ അടിക്കാൻ തുടങ്ങിയാൽ മതി ഇതിന്റെ 2 ഡ്രില്ല് കേടുന്നു. ആദ്യം ഒരു ഡ്രില്ല് കേടുന്നു. അപ്പൊ ഞാൻ കരുതി എന്താണ് ആ ഡ്രില്ല് കേടുന്ന, പക്ഷെ വേറെ ഡ്രില്ല് ഇട്ടോക്കിയപ്പോൾ ആ ഡ്രില്ലും എന്ത് ചെയ്ത് കേടുന്നു. അതിന്റെ ഉള്ളിൽ നിന്നൊരു ഒരു കരിഞ്ഞ മണക്ക്. 532 അടിക്കും, 180 അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അടിഞ്ഞു പോയി. പക്ഷെ 532 അടിക്കുമ്പോൾ എന്ത് ചെയ്യണില്ല, നമുക്ക് താങ്ങണില്ല. നല്ല പവറിൽ ഡ്രില്ല് വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. നമുക്ക് കേരള സൈഡിൽ ചെറിയ നമ്മളെ 1000 വാങ്ങുന്ന ഡ്രില്ല് കണ്ടല്ലോ, അതൊന്നും ഇതാവൂല. പിന്നെ അപ്പൊ അത് മാത്രമല്ല, നമ്മളിത് ചെയ്യുമ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് കളിക്കും. നമുക്കിത് പിടിക്കണം, ഇതും പിടിക്കണം, ഈ സാധനം പിടിക്കണം, ഡ്രില്ലും പിടിക്കണം, രണ്ടും പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അതൊരുപാട് ബുദ്ധിമുട്ടാണ്, നമുക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇത് ആരും യൂസ് ചെയ്യുന്നത്, ഇതുപോലത്തെ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്ന നല്ല സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രൂപപ്പെടുത്താൻ. അതിനെ കുറിച്ച് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഏതാണ് നല്ലത് കമ്പനി എന്നുള്ളത് ഒന്ന് രൂപപ്പെടുത്തണം കേട്ടോ. ഞാൻ എൻ്റെ ഇതിലുള്ളത് ഞാൻ കാണിച്ചതാണ്, ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഇതിനതിന് ശേഷം വാങ്ങിയത് ഗോൾഡൻ ബുള്ളറ്റിന്ന് വേറൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഗോൾഡൻ ബുള്ളറ്റാണ് യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് നല്ല ലോങ് ലൈഫ്. അതേപോലെ ഗോൾഡൻ ബുള്ളറ്റിന്റെ ഒരുവിധം സംഗതികളൊക്കെ മെഷീനറീസൊക്കെ നല്ല ലോങ് ലൈഫ് കിട്ടാറുണ്ട്. ആ രീതിയിലാണ് ഞാൻ എന്ത് ചെയ്ത് ഇത് വാങ്ങിയത്. ഇതുപോലെ ഗോൾഡൻ ബുള്ളറ്റ് എന്നൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഒറിജിനലാണെന്ന് എനിക്ക് തോന്നണില്ല. നല്ല ബോക്സ് ഒക്കെ ഉണ്ട് ഗോൾഡൻ ബുള്ളറ്റ്, നല്ല ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് വന്നത്. പക്ഷെ ഗോൾഡൻ ബുള്ളറ്റ് ആണോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ 3500 ഉള്ളത് കോഡ്ലെസ് ആണ്. അപ്പോൾ ആ ഒരു നിരക്ക് ഞാൻ എന്ത് ചെയ്തതാണ്, ഇത് പോയിട്ട് വാങ്ങിയതാണ്. 2 ബാറ്ററിയും ചാർജറും ഒക്കെ ഉണ്ട്. പക്ഷെ 180 റിവേറ്റ് അടിക്കാനൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ 530 റിവേറ്റ് അടിക്കാൻ തുടങ്ങിയത് മുതൽ 2 ബാറ്ററിയും ഡൗൺ ആയി. ചാർജർ ആണെങ്കിൽ ചാർജിൽ പോയിട്ട് ചാർജ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിഷയം. പിന്നെ അത് അതിൻ്റെ ഇത് എങ്ങനെ നന്നാക്കി, ബാറ്ററി കയറുന്ന കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ കഴിയില്ല. പിന്നെ ബാറ്ററി കിട്ടാതെ ഡ്രില്ലുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ ബാറ്ററി എക്സ്ട്രാ വാങ്ങാൻ കിട്ടും. പക്ഷെ ആ ബാറ്ററിക്ക് നല്ലൊരു എമൗണ്ടും ഉണ്ട്. നമ്മൾ വാങ്ങിയിട്ട് പിന്നെ ഇതുപോലെ ആയ പിന്നെ കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യില്ല, പിന്നെ അതിലേക്ക് പോയില്ല. 3500 2 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞത്, 2 ആഴ്ച യൂസ് ചെയ്തിട്ടില്ല. 2 ആഴ്ച ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്ത് ഡ്രില്ല് കയറുന്നു. ഗോൾഡൻ ബുള്ളറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പേരൊക്കെ എഴുതിക്കണമെന്നുള്ളൂ. പക്ഷെ ഒറിജിനൽ ആണെന്ന് തോന്നണില്ല. അപ്പോൾ അത് ഒഴിവായി. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് ഇത് മറ്റേ പോപ്പ് സ്റ്റാർ പറഞ്ഞ കമ്പനീൻ്റെതാണ്. പോപ്പ് സ്റ്റാർ പറഞ്ഞാണ് ഇതിൻ്റെ ഒരു കമ്പനിയാണ്. ഞാൻ പല എക്സ്പോകളിലൊക്കെ ഞാൻ ഇതിൻ്റെ അതിൻ്റെ അവിടുന്ന് റിവ്യൂ കണ്ടിരുന്നു. എക്സ്പോകളിലൊക്കെ ഡിസ്പ്ലേ വെച്ചിരുന്നു. അപ്പൊ അന്നൊക്കെ ഞാൻ ഈ മെഷീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിപ്പോ ഒരു ബാഗിലെല്ലാം തന്നെ സ്ഥലമില്ലാന്നുള്ളത്. അപ്പോൾ ഇതുമ്പാടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ചുട്ടിക്കുട്ടിക്കാണ്ട് ബാഗിലേക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതുമ്പാടെ താങ്ങാൻ കഴിയുക, സാധാരണപ്പെട്ട് മതിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് കരുതിയത്. പക്ഷെ
ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 3 കൊല്ലത്തിനടുത്തായി, 2 കൊല്ലം കഴിഞ്ഞു, 2.5 3 കൊല്ലത്തിനടുത്തായിരിക്കുന്നു. ഇതുവരെ കംപ്ലൈന്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒറ്റ പ്രാവശ്യം കംപ്ലൈന്റ് വന്നിരുന്നു. ഒരു പ്രാവശ്യം കംപ്ലൈന്റ് വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് വാങ്ങിയ സ്ഥലത്തേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്ത് ഒരു നമ്പർ അയച്ചു തന്നു. ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുത്ത് അത് നന്നാക്കിയതിനു ശേഷം തിരിച്ച് കൊറിയറായിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് തിരിച്ചയച്ചു തന്നിട്ട്. അതുകൊണ്ട് തന്നെ മറ്റേ സർവീസും ഓക്കെയാണ്. അപ്പൊ അക്കാര്യത്തിൽ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, ഇത് റിവ്യൂ മാത്രമാണ്. ഞാൻ ഉപയോഗിച്ച പല ആളുകൾ ചോദിച്ചുകൊണ്ട് പറയാൻ മാത്രമേ ഉള്ളൂ. പോപ്പ് സ്റ്റാർ ആണ് അതിന്റെ കമ്പനിന്റെ പേര് കേട്ടോ. ഈ ടൂൾസ് കടകളിലൊന്നും ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കിയിട്ട് ഈ പോപ്പ് സ്റ്റാറിന് സാധനക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പല പല കമ്പനികളിൽ ഉണ്ടെന്നും കൂടി, പക്ഷെ അതൊന്നും നല്ല റേറ്റ് ആണ്. ഇതിനെക്കാട്ടും റേറ്റ് കൊടുക്കണം, 10-12 റുപ്യ, 10,000-12,000 റേറ്റ് കൊടുക്കണം. പക്ഷെ എന്താണ് അതിന്റെ പാടെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഇത് പല ആളുകളും ഞാൻ വിളിച്ചുകൊണ്ട് വെച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ വാങ്ങിയ ആളുകൾ എന്നോട് ചോദിച്ചപ്പം നല്ല ഉപയോഗമുള്ളത്, നല്ല ലൈഫും കിട്ടുന്നതാണ്. അങ്ങനെയാണ് ഞാനിതൊന്ന് വാങ്ങിയത് കേട്ടോ. ഇതാണ് ഈ പോപ്പ് സ്റ്റാർ പറഞ്ഞ ഇതാണ് ഈ പോപ്പ് സ്റ്റാർ പറഞ്ഞ കമ്പനിന്റെ സാധനമാണ്. 6 മാസം വാറന്റി ഉണ്ട്. പക്ഷെ ഏകദേശം 2 കൊല്ലം കഴിഞ്ഞ് കംപ്ലൈന്റ് ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് നന്നാക്കി കിട്ടും ചെയ്തിരിക്കുന്നു. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിന് 3 വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ: ലൈറ്റ്, മീഡിയം, ഹെവി. അത് നമ്മൾ ഫാബ്രിക്കേറ്റർമാർ അധികം യൂസ് ചെയ്യുന്ന ഹെവി തന്നെ വാങ്ങാൻ ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ 532 രൂപയൊക്കെ അടിക്കാണ്ടാകുമ്പോൾ ഹെവി തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇനി അതിലും വലുത് അടിക്കാന്നുണ്ടെങ്കിൽ ഹെവി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിലടിക്കാൻ കഴിയും, സ്മൂത്ത് ആയിട്ട് അടിക്കാനും കഴിയും കേട്ടോ. ഞാൻ അടിച്ച് കാണിച്ചിട്ടുണ്ട്. വളരെ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ലാഡറിന്റെ മുകളിലൊക്കെ കയറിയിട്ടായാലും ഹൈറ്റിലൊക്കെ കയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഇതുപോലത്തെ ഡ്രില്ല് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു മറ്റേ റിയറ്റ് ഗൺ ആരെങ്കിലും യൂസ് ചെയ്യുക, ഇലക്ട്രിക് റിയറ്റ് ഗൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് രൂപപ്പെടുത്തണേ. കാരണം വേറെ ഉണ്ടോന്നുള്ളത് അറിയില്ല, ഞാൻ എൻ്റെ അറിവിൽ വെച്ചിട്ടാണ് പറഞ്ഞതാണ്. വേറെ ഏതെങ്കിലും കമ്പനികൾ നല്ല കമ്പനി റേറ്റ് കുറവുള്ളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം മറ്റേ ലൈറ്റ്, മീഡിയം, ഹെവി എന്നുള്ള വേരിയേഷൻ വരുന്ന 5,200, 6 റുപ്യ, 6,600 അങ്ങനെ 3 റേഞ്ചിലാണ് റേറ്റ്. ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് വരും, ആ റേഞ്ചിലാണ് വരുന്നത് ഇതുള്ളത് കേട്ടോ, നിലവിലുള്ളത്. അപ്പോൾ ഇനി വേറെ ആരെങ്കിലും കമ്പനികൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റും ഒന്ന് കമന്റ് ആയിട്ട് രൂപപ്പെടുത്തണം. പിന്നെ ഇത് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഞാനത് കോൺടാക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആളെ നമ്പർ ഞാൻ എന്ത് ചെയ്ത് അയച്ചു തരാം, ഒരു കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് രൂപപ്പെടുത്തുക, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും വരാം. എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.